രോഗങ്ങളുടെ എണ്ണം കൂടി വരികയാണ്. രോഗികളുടെ എണ്ണമോ കൂടി വരികയാണ്. ഹോസ്പിറ്റൽ ബില്ല് എങ്ങനെയുണ്ട്? നിരന്തരം അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മളൊരു കാറ് വാങ്ങുന്ന പോലെ തന്നെയാണ്. ഇപ്പൊ കാറ് വേണമെങ്കിൽ നമുക്കൊരു ഒരു 5,00,000 രൂപയുടെ കാറ് വേണമെങ്കിൽ വാങ്ങാം. 10,00,000യുടെ കാറ് വാങ്ങാം. അത് വാങ്ങുന്നത് അഫോർഡബിലിറ്റി അനുസരിച്ചിട്ടാണ്. അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ വർദ്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ വ്യക്തിയുടെയും അവരുടെ കുടുംബത്തിന്റെയും അവരുടെ അഫോർഡബിലിറ്റിയും അവർ പോകാൻ ഉദ്ദേശിക്കുന്ന ഹോസ്പിറ്റൽ ഏതാണ്, അല്ലെങ്കിൽ ഏത് തരം ഹോസ്പിറ്റലാണ് അവർ പോകാൻ ഉദ്ദേശിക്കുന്നത്. ഒരു അസുഖം വന്നാൽ ചികിത്സിക്കാനുള്ള ചെലവ് എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് താങ്ങാൻ പറ്റുന്നതിനപ്പുറമായിക്കൊണ്ട്. അപ്പോൾ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഇന്നിപ്പോൾ നല്ല രീതിയിൽ ഒരു മികച്ച ചികിത്സ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് അനിവാര്യമാണ്. ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്ന ഇന്ന് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു പ്രൊഡക്റ്റാണ്. നിർബന്ധമായി എല്ലാവരും എടുത്തിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. പക്ഷേ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് നമുക്ക് ഒത്തിരി എൻക്വയറീസ് വരുമ്പോൾ അതിനെക്കുറിച്ച് ഒത്തിരി സംശയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇന്ന് നമ്മളുടെ ആയിരിക്കുന്ന ശ്രീകുമാർ സാറാണ്, HDFC ERGO ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ സ്റ്റേറ്റ് ഹെഡാണ്. സാർ, നമുക്ക് സാറിനറിയാം, നമ്മൾ കോർപ്പറേറ്റ് ഏജൻ്റാണ് തിരുക്കൊച്ചി ഫൈനാൻഷ്യൽ സർവീസ്. നമ്മൾ നല്ല രീതിയിൽ ഹെൽത്ത് ഇൻഷുറൻസ് വിൽക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഒത്തിരി പേർക്ക് ഇതിനെക്കുറിച്ച് ഡൗട്ട്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് ഡൗട്ട്സുകൾ, ഇങ്ങനെ ഒരു 10-20 ഡൗട്ട്സുകൾ വന്നിട്ടുണ്ട്. നമുക്കത് Q&A രീതിയിൽ ചോദിച്ച് എന്നെ ഒന്ന് ക്ലാരിഫൈ ചെയ്യുക. സാറേ, ആദ്യം തന്നെ എൻ്റെ ക്വസ്റ്റ്യൻ, എന്തുകൊണ്ടാണ് ഒരാൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കേണ്ടത്? നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. രോഗങ്ങളുടെ എണ്ണം കൂടി വരികയാണ്. രോഗികളുടെ എണ്ണമോ കൂടി വരികയാണ്. ഹോസ്പിറ്റൽ ബില്ല് എങ്ങനെയുണ്ട്? നിരന്തരം അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ നോക്കിയാൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് ഭൂരിഭാഗം. അപ്പോൾ ഒരു അസുഖം വന്നാൽ ചികിത്സിക്കാനുള്ള ചെലവ് എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് താങ്ങാൻ പറ്റുന്നതിനപ്പുറമായിക്കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെ മാനേജ് ചെയ്യാനായിട്ട് ഇന്നൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാതെ പറ്റില്ല എന്ന അവസ്ഥയിലേക്ക് ആയിക്കൊണ്ട്. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് എല്ലാവരും എടുക്കുക തന്നെ വേണം. സാർ, നമ്മൾ എത്ര രൂപ സം അഷ്യൂർഡാണ് മിനിമം എടുക്കേണ്ടത്? അത് സാറിൻ്റെ ഐഡിയയിൽ എത്ര രൂപ ആയിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കേണ്ടത്? ഈ സം അഷ്യൂർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ എത്ര രൂപ വരെയുള്ള ചികിത്സ അവിടെ നിന്ന് നമുക്ക് സൗജന്യമായി ലഭിക്കുമെന്നുള്ളതാണ് സം അഷ്യൂർഡ് സൂചിപ്പിക്കുന്നത്. ഉദാഹരണത്തിന് താങ്കളൊരു 10,00,000 രൂപയുടെ പോളിസിയാണ് എടുത്തതെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ അഡ്മിറ്റ് ആക്കിയാൽ 10,00,000 രൂപ വരെയുള്ള ബില്ല് ഇൻഷുറൻസ് കമ്പനി താങ്കൾക്ക് വേണ്ടി കൊടുക്കും. അതാണ് സം അഷ്യൂർഡ് എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ നിലവിൽ മൾട്ടിപ്പിൾ ടൈം സം അഷ്യൂർഡ് കിട്ടുന്നതും അതുപോലെ തന്നെ ലിമിറ്റില്ലാത്ത സം അഷ്യൂർഡ് കിട്ടുന്നതുമായ പോളിസികൾ അവൈലബിൾ ആണ്. എന്നിരുന്നാലും അപ്പോൾ അത് മാത്രമല്ല, ഒരു വ്യക്തിയുടെ അഫോർഡബിലിറ്റി ഒരു പ്രശ്നമാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര രൂപ വരെയുള്ള സം അഷ്യൂർഡ്, കാര്യം ഓരോ സം അഷ്യൂർഡിനും നമ്മൾ എന്ത് കൊടുക്കണം? പൈസ കൊടുക്കേണ്ടി വരും, പ്രീമിയം കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഫോർഡബിലിറ്റി, നിങ്ങൾക്ക് എത്ര രൂപ അതിന് വേണ്ടി ചിലവാക്കാൻ പറ്റും എന്നതിനോട് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സം അഷ്യൂർഡ് ചൂസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ജീവിക്കുന്ന നഗരം, നിങ്ങൾ ജീവിക്കുന്ന ഗ്രാമത്തിലാണോ, അവിടെയുള്ള ഹോസ്പിറ്റലുകൾ, ഇതെല്ലാം ഒരു പരിഗണനയുടെ വിധേയ വിഷയമാണ്. എന്നിരുന്നാലും കേരളം പോലെ സ്ഥലത്ത് നോക്കുകയാണെങ്കിൽ ഒരു 10,00,000 കുറയാത്ത സം അഷ്യൂർഡ്, 10,00,000 മുതൽ 50,00,000 വരെയൊക്കെയാണ് ആളുകൾ ഇന്ന് കോമൺ ആയിട്ട് സം അഷ്യൂർഡ് ചൂസ് ചെയ്യുന്നത്. 5 കോടി വരെയുള്ള സം അഷ്യൂർഡുകൾ അവൈലബിൾ ആണ്. സാർ, ഒരു മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ, പോളിസി എടുത്തു കഴിഞ്ഞാൽ എന്തെല്ലാം അസുഖങ്ങൾ അതിൽ കവറാവും? അല്ല, ഇപ്പോഴത്തെ പോളിസികളിൽ ഭൂരിഭാഗം അങ്ങനെ എല്ലാ അസുഖങ്ങളും തന്നെ കവർ ചെയ്യണം എന്നുള്ളതാണ്. അത് നിങ്ങളൊരു പോളിസി എടുക്കുന്ന സമയത്ത് ഉള്ള അസുഖങ്ങൾക്ക് ചിലപ്പോൾ വെയിറ്റിംഗ് പീരീഡിൽ വന്നേക്കാം. അത് നിങ്ങളെടുക്കുന്ന പോളിസി അനുസരിച്ചിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പോളിസി എടുത്തതിന് ശേഷം വരുന്ന എല്ലാ അസുഖങ്ങളും കവർ ചെയ്യണം. അതിനാണല്ലോ നമ്മൾ പോളിസി എടുക്കുന്നത്. അപ്പോൾ അസുഖത്തിൻ്റെ പേരിൽ അങ്ങനെ ഒരു തരംതിരിവുണ്ടാവില്ല. നിലവിലുള്ള അസുഖങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തി പോളിസി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ളതായിരിക്കും കവറേജുകൾ അതിന് ഫിക്സ് ചെയ്യുന്നതും. അപ്പം ഇതിന് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് അസുഖത്തിനല്ല, ചികിത്സയ്ക്കാണ് നമ്മൾ പൈസ നൽകുന്നത്. അപ്പോൾ ചികിത്സ ലഭ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് കവറേജും ലഭിക്കുന്നതായിരിക്കും.